നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന AI മെഡിക്കൽ ഫീൽഡിൽ വന്നതിന് ശേഷം എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്, അതെങ്ങനെയാണ് നമ്മളെ സഹായിക്കുക എന്നുള്ളതിനെ പറ്റി ഡോക്ടർ രാജുവിൻ്റെ ടേക്കാണ്. ഹായ്. AI കാരണം നമുക്ക് ആരോഗ്യ മേഖലയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് എപ്പോഴും ഒരുപാട് പേഷ്യൻസിനെ നോക്കണം. അപ്പോൾ ആ സമയം നമുക്ക് AI വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് ക്ലിനിക്കൽ ഡോക്യുമെൻറ്റേഷൻ ടാസ്കുകൾ അതൊക്കെ കുറച്ചും കൂടി എളുപ്പത്തിലായി. അതേപോലെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചൈനയിൽ സിംഗ്വ യൂണിവേഴ്സിറ്റി അവരൊരു എൻറ്റയർ ഹോസ്പിറ്റൽ AIയുടെ മുകളിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം വെച്ചാൽ റൂറൽ ഏരിയാസിലൊക്കെ പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ നമ്പർ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ആ പേഷ്യൻസിന് ടിപ്പിക്കലി ഒരു അടുത്തുള്ള ഒരു പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്ററിൽ പോയിട്ട് ആദ്യത്തെ ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അതിനുശേഷം അവരെ റെഫർ ചെയ്യേണ്ടി വരും. പലപ്പോഴും ഈ സെൻറ്റേഴ്സിൽ നമുക്കൊരു ക്വാളിഫൈഡ് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ചിലപ്പോൾ സേവനം ലഭ്യമാണോന്നില്ല. അപ്പോൾ AI ഉണ്ടെങ്കിൽ നമുക്കൊരു സ്പെഷ്യലിസ്റ്റിൻ്റെ ആ ലെവൽ ഓഫ് കെയർ നമുക്ക് ഈ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ വരും ചെയ്യാൻ പറ്റും. അതൊരു കാര്യം. പിന്നെ ഓരോ കാർഡിയോളജി, അതേപോലെ ക്രോണിക് കണ്ടീഷൻസ്, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷനൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അവിടെയൊക്കെ നമുക്ക് AI കാരണം പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ മരുന്നുകൾ ടൈട്രേറ്റ് ചെയ്യാനും നമുക്ക് ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റും AI കാരണം. പിന്നെ പേഷ്യൻസിനും അതേപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ കുറയ്ക്കുവാൻ സാധിക്കും. അതേപോലെ ഹോസ്പിറ്റൽസിനും അതേപോലെ അവർക്ക് ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ നഴ്സസിൻ്റെ സേവനം ഏറ്റവും വേണ്ട സമയത്ത് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അവിടെയാണ് AIയുടെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. താങ്ക് യു.